ഒരുപാട് പറഞ്ഞു പല രൂപത്തിലും. എല്ലാം പറഞ്ഞത് എന്തിനാണ്? തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ആത്മനിർണയം ചെയ്യാനാണ്. നിർണയം ചെയ്യാൻ ഈ ബുദ്ധി വേണം. ബുദ്ധി എന്ത് ബുദ്ധി? നല്ല ശുദ്ധ ബുദ്ധി. മനസ്സ് ശുദ്ധമായാൽ ആ ബുദ്ധി ഇതിൽ നിശ്ചയം ചെയ്യും. അതാണ് മഹത്തുകൾ പറയുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറയുന്നത്. മനസ്സ് ശുദ്ധീകരിച്ചാൽ ലോക വിഷയങ്ങളിൽ കിടന്ന് പരതാതെ തന്നിലേക്ക് ഒതുങ്ങുക. ഏതിനാണിത്? ജ്ഞാനം ഉണ്ടായി മുക്തിയടയാനുള്ള മാർഗം. ലോകത്തെ എല്ലാ വേദങ്ങളെന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രങ്ങളെയാണ് പറയുന്നത്. ജ്ഞാനശാസ്ത്രങ്ങളെയാണ് പറയുന്നത്. മുക്തിഗ്രന്ഥങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. എന്തിനു മുക്തി എന്ന് ചോദിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. മറിച്ച് ഇതിലോട് ഒരു പുണ്യവാനായ ഒരു ജീവന് ഇതിനോടൊരു താല്പര്യം ജനിക്കും. അവർക്കാണ് ഈ സദ്ഗുരു ലാഭവും സത്ശാസ്ത്രങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ളവർ ക്രമത്തിൽ ഈ അതായത് ശരിക്കും ഒരു ജീവിതം പഠിച്ചവരാണ് ഇവർ. പഠിക്കുക അർത്ഥം എന്തിനാണ്? ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെയാണല്ലോ കഴിഞ്ഞ ജന്മവും ഞാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അതിനു മുമ്പുള്ള ജന്മവും ഞാൻ കഴിഞ്ഞിരുന്നത്. ഇനി ഇങ്ങനെ പോയാൽ ഇനി വരുന്ന ജന്മവും ഇതുപോലെ കഴിയാനുള്ളൂ. ഇതുകൊണ്ട് തനിക്ക് എന്ത് നേട്ടമുണ്ടായി? അവർ പറഞ്ഞു ഒരു നേട്ടം ഉണ്ടായില്ല. എന്നാൽ ഒരു നിമിഷമെങ്കിലും ഈശ്വര കാര്യത്തിൽ നിങ്ങൾ മനസ്സ് വെച്ച് പ്രവർത്തിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു റെക്കോർഡഡ് ആണ്. അത് ഒരു ഇതാണ്, അതിന് പുണ്യം എന്ന് പറയുന്നത്. ആ പുണ്യം ഇതിൽ വിളഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല പുണ്യവാനായ ഒരു പുരുഷന് ഈ സദ്ഗുരു ലാഭവും സത്ശാസ്ത്രങ്ങളുടെ ലഭ്യതയും ഒപ്പം തന്നെ ഇതുപോലെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യാനുള്ള മനസ്സിൻ്റെ താല്പര്യവും എല്ലാം ഉണ്ടായി അവൻ ആ ജന്മമുക്തനാണ്. അങ്ങനെയാണ് നമുക്ക് ഇവർ പറഞ്ഞു തരുന്നത്. ഇവിടെ 12-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ പല വിധത്തിലതിനെ നിർണ്ണയിച്ചു. കാരണം ഇത് വന്ന് സ്വഗതാതിഭേദരഹിതമാണ് ഈ ആത്മാ. സ്വഗത സജാതീയ വിജാതീയ ഭേദമറ്റതാണ് ഈ ആത്മാ. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു മരം എടുക്കുകയാണെങ്കിൽ മരത്തിന് വേറൊരു മരം സ്വജാതീയ ഭേദമാണ്. സജാതീയ ഭേദം, സ്വജാതീയല്ല സജാതീയ ഭേദം. ഈ മരത്തിന് തന്നെ കല്ല് മണ്ണ് തുടങ്ങിയവയെല്ലാം വിജാതീയ ഭേദമാണ്. അതുപോലെ ഈ മരത്തിന് അതിൻ്റെ പൂവ് ഇല പുഷ്പം കായ് ഇതെല്ലാം സ്വഗത ഭേദമാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ ഉള്ള ഭേദമാണോ ആത്മാവിൽ ഭേദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ 3 വിധ ഭേദങ്ങളും ആത്മാവിലില്ല. ആത്മാവ് സ്വഗതാതിഭേദരഹിതനാണ്. ഈ ആത്മാവ് ഇതിൽ ഒന്നിനാലും പരിച്ഛേദിക്കപ്പെടുന്നതല്ല. ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും ഉണ്ടാവലും നിലനിൽപ്പലും നശിക്കലും ഉണ്ട്. ആത്മാവ് അങ്ങനെ ഉണ്ടായതല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു നാശവുമില്ല. ഇതാണ് നിനക്ക് അന്തര്യാമിയായിട്ട് നിൻ്റെ ഉള്ളിലിരുന്ന് സ്ഫുരിക്കുന്നത്. അതിനിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ. പക്ഷേ അതിനെ തിരിച്ചറിയാൻ ഒക്കാത്തത് അതിനെ ആരാധിച്ചല്ലാത്തതുകൊണ്ട്. ആരാണോ ഈ ഞാനെ, അതാണ് പറഞ്ഞത് സെൽഫ് എൻക്വയറി എന്നവർ പറയും. ഈ ഞാൻ ആരാണെന്നുള്ള തിരച്ചിൽ ഇതാരാണ് നടത്തുന്നത്? അവർക്ക് ക്രമത്തിൽ അതിനെ നിശ്ചയം ഉണ്ടാവും. ആ നിശ്ചയത്തോടു കൂടി വർത്തിക്കുന്നത് തന്നെ ധ്യാനം. അത് തന്നെ പിന്നീട് സമാധിയായിട്ട് തീരും. ഇങ്ങനെ ക്രമത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുകയാണ് സത്യചിത്ത ആനന്ദം എന്നുള്ള പദങ്ങൾ ഭിന്നാർത്ഥമുള്ളതായിരുന്നാലും കരം ഈ ശബ്ദങ്ങളെപ്പോലെ പര്യായ വചനമായതിനാലും ആ പദങ്ങൾ അല്ലെങ്കിൽ ആ പദങ്ങളാൽ ഉദ്ദേശിക്കപ്പെടുന്ന ആത്മാവിന് വൃക്ഷം പലവിധ രൂപമായിരിക്കുന്നു എന്നതിനാൽ പത്രം പുഷ്പം മുതലായ പദങ്ങൾ ഭിന്നാർത്ഥമായതിനാൽ ആ പദങ്ങളാൽ സൂചിപ്പിക്കുന്ന വൃക്ഷത്തിനെന്ന പോലെ സ്വഗതഭേദം ഇരിക്കണമെന്നാണെങ്കിൽ പറയാണ് ചുവപ്പ് ഉഷ്ണം പ്രകാശ ഇവകളുള്ള ദീപത്തിൽ എങ്ങനെ ദീപത്തിന് സ്വഗതഭേദം ഇല്ലയോ അങ്ങനെ തന്നെ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിലും സ്വഗതഭേദമില്ല. എന്നാൽ പത്രം പുഷ്പം ഫലം രൂപമായ വൃക്ഷത്തിൽ സ്വഗതഭേദം ഇല്ലെന്നെങ്ങനെ പറയാൻ പാടില്ല. ആ വൃക്ഷം മുഴുവനും പത്രപുഷ്പരൂപമായി പറയുന്നില്ല. ഒരിടത്തിൽ പത്രരൂപമായും ഒരിടത്തിൽ പുഷ്പരൂപമായും ഒരിടത്തിൽ ഫലരൂപമായും ചൊല്ലപ്പെടുന്നു. അതിനാൽ അവിടെ സ്വഗതഭേദമുണ്ട്.
ആത്മാ സച്ചിദാനന്ദ രൂപം എന്നിടത്തിൽ സർവാംശത്തിലും ആത്മാവിന് സച്ചിദാനന്ദ രൂപം പറഞ്ഞിരിക്കുന്നതിനാൽ ചുവപ്പ്, ഉഷ്ണം, പ്രകാശം ആയ ദീപത്തിൽ എല്ലാ അംശത്തിലും ദീപത്തിന് ചുവപ്പ്, ഉഷ്ണം, പ്രകാശം എല്ലാം ഇരിക്കുന്നത് പോലെ ആത്മാവിന് സ്വഗതഭേദമില്ല എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞല്ലോ, ഇത് ഓരോന്നിനും ഖണ്ഡിക്കുകയാണ്. പൂർവപക്ഷികളെന്ന് പറയുമ്പം അതിനെ വീണ്ടും വീണ്ടും ബുദ്ധിപരമായിട്ട് അതിനെ ചകഞ്ഞ് നോക്കണവരാണ്. നമ്മൾ ഇത്ര മനസ്സിലാക്കുക, എങ്ങനെയാണോ ഒരു അഗ്നിക്ക് ചുവപ്പ്, ചൂട്, അതുപോലെ തന്നെ ദഹനം ഈ അഗ്നിയെപ്പറ്റി പറയാനായിട്ടില്ല. അതിന് ദഹിപ്പിക്കാനുള്ള ഒരു ശക്തി അഗ്നിക്കുണ്ട്. ഏതിനെ ദഹിപ്പിച്ച് കളയും. അതുപോലെ തന്നെ ഈ അഗ്നിക്കൊരു കളറുണ്ട്, ചുവപ്പ് ഒരു കളറാണ്. അതുപോലെ ഇതിന് പ്രകാശവുമുണ്ട്, ഈ അഗ്നിക്കൊരു പ്രകാശമുണ്ട്. ഇതുപോലെ ഈ മൂന്നും ചേർന്നതിന് അഗ്നി എന്ന് പറയുന്നതിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്താൽ അഗ്നി എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ സച്ചിദാനന്ദം ഈ മൂന്നായിട്ട് പറഞ്ഞാലും ഇത് ഒരേ അഗ്നി എന്ന് പറയും പോലെ ഒരേ ആത്മ തന്നെ എന്ന് നമ്മളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെയായാൽ ആത്മാവ് സത്രൂപൻ, ചിത്രൂപൻ, ആനന്ദരൂപൻ എന്ന് അടിക്കടി ശ്രുതി എന്തിനായിട്ട് ഉപദേശിക്കണം എന്ന് ചോദിക്കുകയാണ്. ഒരേ ഉപദേശത്തിനാൽ ആത്മാവിനെ അറിയാൻ സാധിക്കുമല്ലോ. ബ്രഹ്മം സകല വസ്തുക്കൾക്കും അഭേദമെന്നത് നിരൂപിക്കുന്ന ശ്രുതിവചനം പറയാം. സത്വരജസ് തമോ ഗുണങ്ങളില്ലാത്തതും തേജസ്വരൂപമായതും ജ്ഞാനസ്വരൂപമായതും ഭേദമറ്റതും വാക്കുമനസ് വേദങ്ങൾക്കെത്താത്തതും ഏതോ ആ തത്വമായത് നീയായിരിക്കുന്നു. അനിത്യമായും സ്വപ്നത്തിൽ കണ്ട ജഗത്തെ പോലെയും മേഘത്തിൽ കാണുന്ന ആന, വനം ഇവകളെ പോലെയും ഇരിക്കുന്നത് ഈ ജഗത്ത്. രൂപമറ്റതും ഉത്തമ സുഖവും ഏതോ ആ തത്വം നീയായിരിക്കുന്നു. ശ്രുതിയുടെ താല്പര്യം എങ്ങനെയെന്നാൽ പറയാം, കേൾക്കുക. ആത്മസ്വഭാവമായ സത്വത്തെ ജഗത്തിലും ചിത്വത്തെ ജഡമായ ബുദ്ധിയാദികളിലും ആനന്ദത്വത്തെ പുത്രഭാര്യാദികളിലും അതുപോലെ ജഗത് സ്വഭാവമുള്ള അസത്വത്തെ ബുദ്ധിയാദികളിലുള്ള ജഡത്വത്തെയും പുത്രഭാര്യാദികളിലുള്ള ദുഃഖത്തെയും സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിലും പരസ്പരം വിപരീതമായി അജ്ഞാനത്തിനാൽ ആരോപിക്കുന്നു. അതിനാൽ സകലമാനവർകളും സത്യമെന്നും ബുദ്ധിയാദികൾ ചേതനമെന്നും പുത്രഭാര്യാദികൾ ആനന്ദരൂപമെന്നും ഞാൻ നിലയറ്റവൻ, ഞാൻ ജഡൻ, ഞാൻ ദുഃഖി എന്നോ ഭ്രമിക്കുന്നു. ആ ഭ്രാന്തി നിവർത്തിക്കുന്നതിന് വേണ്ടി മാതൃസ്വരൂപിണിയായ ശ്രുതി ജീവന്മാർക്ക് ഉപദേശിക്കുന്നത് എങ്ങനെയെന്നാൽ, അല്ലയോ ജീവന്മാരെ, നിങ്ങൾ സച്ചിദാനന്ദ സ്വരൂപികൾ താനെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാ സത്രൂപൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനിർദ്ധരൂപനല്ല, ചിദ്രൂപൻ എന്ന് പറഞ്ഞാൽ ജഡരൂപനല്ല, ആനന്ദരൂപൻ എന്ന് പറഞ്ഞാൽ ദുഃഖരൂപനല്ല എന്ന് അതാത് ഭ്രാന്തി നിവർത്തിക്ക് വേണ്ടി ബോധിപ്പിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളണം. ഇങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അനാത്മ വിഷയത്തിൻ്റെ സ്വരൂപമാണ് അനിർദ്ധ ജഡ ദുഃഖം. ഇത് അനാത്മ വിഷയത്തിൻ്റെ സ്വരൂപമാണ്. അനിർദ്ധം എന്ന് വെച്ചാൽ ഇല്ലാത്തത്, ജഡമെന്ന് വെച്ചാലും ഇല്ലാത്തത് തന്നെ, ദുഃഖം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അപ്പം ഈ രൂപത്തിൽ ഇരിക്കുന്ന ഇതിനെ നിരാകരിക്കാൻ വേണ്ടി ശ്രുതി പറഞ്ഞതാണ് സത്യചിത്താനന്ദമാണ് ആത്മാവിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം എന്ന് പറയുമ്പോൾ ഏതിനെ നിരാകരിച്ചു? അനന്തത്തെ നിരാകരിക്കാൻ പറഞ്ഞു ആത്മാവ് സത്താണ്. പിന്നെ ജഡത്തെ നിരാകരിക്കാൻ വേണ്ടി പറഞ്ഞു ആത്മാവ് ചിത്താണെന്ന് പറഞ്ഞു. ചിത്തം എന്ന് വെച്ചാൽ സ്വപ്രകാശമുള്ളതാണ്, സ്വപ്രകാശം, അതിനാണ് ചിത്തം എന്ന് പറയും. ദുഃഖത്തെ നിരാകരിക്കാൻ വേണ്ടി ആനന്ദമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മൂന്ന് രൂപത്തിലും ഇതിനെ നിരാകരണം ചെയ്യാൻ വേണ്ടി ശ്രുതികൾ എടുത്തിരിക്കുന്നതാണ് എന്ന് കരുതിയാൽ മതി. അല്ലാതെ ആത്മാവിൽ സത്യം ചിത്തും ആനന്ദമൊന്നുമില്ല. അതൊക്കെ ഇതിനു വേണ്ടി വേറെ പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നതാണ് ഇത്രയും, വേറെ ഒന്നുമല്ല എന്നാണ് നമുക്കിതിൻ്റെ താല്പര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് ഈ അധ്യാസം ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാമോ? ഇതിവിടെ നന്നായിട്ട് പറഞ്ഞിരിക്കും.
ജഗത്തിൻ്റെ അനന്തജട ദുഃഖത്തെ തന്നിലും തൻ്റെ സച്ചിദാനന്ദത്തെ ജഗത്തിലുമായിട്ട് പരസ്പരം വിപരീതമായി അധ്യാസം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് ഈ അധ്യാസം ചെയ്ത്. അധ്യാസം എന്ന് വെച്ചാൽ വിപരീതമായിട്ട് ജ്ഞാനം ഉണ്ടായിരിക്കുകയാണ്. ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ആർക്കുമില്ല. യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിപരീത ഭ്രാന്തി മാറിയാൽ മതി. ഇപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പം മരം ഉണ്ടെന്ന് തോന്നുമ്പോൾ ചിന്മയസ്വാമിയൊക്കെ പറയുന്നത് എന്തിനാണ്? ഞാനുണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ തോന്നുന്നത് മരമുണ്ടെന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തോന്നണമെങ്കിൽ അത് തോന്നുന്നവനെ ഒരാൾ വേണ്ടേ? അത് ആരാണ്? അത് ആ ആളാണ് ഇതിൽ മുഖ്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം സംഭവിച്ച അധ്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, മരത്തിൻ്റെ ഇല്ലായ്മയെ ആത്മാവിലും ആത്മാവിൻ്റെ ആ ഉണ്മയെ മരത്തിനും കൊടുത്തു, അല്ലെങ്കിൽ ഇതിന് കൊടുത്തു, അനാത്മവിഷയങ്ങൾക്കും കൊടുത്തു. എന്നിട്ട് നമുക്ക് തോന്നുന്നത് അനാത്മവിഷയങ്ങളെല്ലാം ഉണ്ട്, പ്രകാശിക്കുന്നു, അത് ആനന്ദമായിരിക്കും, സുഖമായിരിക്കുന്നു. അങ്ങനെയാണ് ഈ ലോകവസ്തുക്കൾക്കെല്ലാം സുഖം ഏർപ്പെട്ടത്. വാസ്തവത്തിൽ ഈ ലോകവസ്തുക്കളെല്ലാം അനന്ത ജഡ ദുഃഖരൂപമാണ്, ദുഃഖാത്മിക ആണിത്. ഇത് തോന്നുന്നത് വിപരീതമായി തോന്നുകയാണ്. അതിൻ്റെ കാരണം ഈ വിപരീത അധ്യാസം കൊണ്ടാണ് പോലും. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഉള്ളത് താനാണ്, പക്ഷെ തൻ്റെ ഉണ്മയാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്. അതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ട് എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ താൻ മാത്രമേ ഉള്ളൂ. ഈ വിപരീത ഭ്രാന്തിയെ നിൽക്കുന്നതിനെയാണ് മഹത്തുക്കൾ പറയുന്നത് ഈ ബ്രഹ്മാഭ്യാസം എന്ന് പറയുന്നത്. ഈ വിപരീത ഭ്രാന്തി മാറണം. ഈ വിപരീത ഭ്രാന്തി ഇപ്പം അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇവർ കേവലം തോന്നലാണെന്നും ഇത് ആർക്ക് തോന്നി, എവിടെ തോന്നി എന്ന് ചിന്തിച്ച് തന്നിലേക്ക് തിരിഞ്ഞ് ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്ഷാത്കാര ജ്ഞാനം ഇതിലുണ്ട്. എന്തിനാണ് ഇത് ജ്ഞാനം കൊണ്ടുള്ള ഉദ്ദേശം? ജ്ഞാനം കൊണ്ടാണ് മുക്തി ഉണ്ടാവുന്നത്. എൻ്റെ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ഈ മുക്തി ഇതിൽ സംഭവിക്കും, മോക്ഷം ഇതിൽ സംഭവിക്കും. ഇപ്പോഴും ഒരു ജ്ഞാനം തന്നെയാണ്, പക്ഷെ വിപരീതമായ ഒരു ജ്ഞാനമാണ്. ഇത് ബന്ധത്തെ ഉണ്ടാക്കുന്ന ജ്ഞാനമാണ്. ബന്ധമുക്തികളെന്നുള്ള രണ്ടെണ്ണം അല്ലേ? ബന്ധം എന്ന് വെച്ചാൽ ഇതുമായിട്ടുള്ള കെട്ടുപാടുകൾ. മുക്തി എന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള വിടുതല മുക്തി. അപ്പോൾ വിടുതല ആണ് സത്യത്തിൽ നമ്മൾ കാംക്ഷിച്ച് പെരുമാറുന്നത്. പക്ഷേ നമുക്കത് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെയാണ് ശ്രുതികളെ ആശ്രയിച്ചത്. മഹത്തുക്കൾ എന്ത് പറയുന്നു? ആചാര്യന്മാർ ഇതിനെപ്പറ്റി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിന് താല്പര്യമുള്ളവരാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പോയി പഠിക്കുന്നത്. അവർ പറഞ്ഞു ഇത് കേവലം വേദപ്രമാണങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് അറിയാൻ സാധിക്കൂ, അല്ലാതെ ലോകത്തിൽ ഒരു ബുദ്ധിമാനും ജനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനറിയാൻ സാമർഥ്യമുള്ള ആരും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. എത്ര വലിയ സയൻറ്റിസ്റ്റുകളായാലും ശരി, ഈ കാര്യത്തിൽ അവരെല്ലാം ശിശുക്കളായിട്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഇങ്ങനെയാണ് ഈ ഒരു ഒന്ന് വേദം പറയാതെ ആർക്കും അറിയാൻ സാധ്യമല്ല. പരമാത്മാ കൃഷ്ണനും പരമാത്മാ രാമനും ഒക്കെ ജനിച്ചില്ലേ, അവർ അവതാരങ്ങൾ എടുത്തില്ലേ? അവർക്ക് നേരിട്ട് അതിൽ ഒന്നും പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അവസാനം ഗുരു ഉപദേശത്തിലാണ് വന്നിരിക്കുന്നത്. ശ്രീരാമനെ ഉപദേശിച്ചാര്യത് വസിഷ്ഠാചാര്യർ, ആ ഗുരുവാണ്, മഹാഗുരുവാണത്. ശ്രീകൃഷ്ണൻ ആരാണ്? സന്ദീപനി മഹർഷി അല്ലേ? അങ്ങനെ ഇവർക്കൊക്കെ ഗുരുക്കന്മാരുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞു കൊടുത്തത്? തൻ്റെ ആത്മതത്വത്തെ വിളക്കി കൊടുത്തു. ഇതാണ് നീ. ഇങ്ങനെയാണ് അവരെല്ലാം അതിനെ ഉണർന്നു ധന്യരും കൃതകൃത്യരുമായിട്ട് അങ്ങനെ ശിഷ്ടജീവിതം നയിച്ചു. അതിനെയാണ് നമ്മൾ കണ്ടിട്ട് പറയുന്നത്. ആനന്ദമായിട്ട് കൃഷ്ണൻ ഈ ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടതിനെ കാണിച്ചു. വ്യാസഭഗവാൻ വരച്ച് കാണിച്ചു തന്നു. ശിശുപാലൻ നിന്ദിച്ചപ്പോഴും മറ്റേ ആളുണ്ടല്ലോ, അയാൾ ഒരാളുണ്ടല്ലോ, ജരാസന്ധൻ കൊല്ലാനായിട്ട് ഓട്ടിച്ചപ്പോഴും സന്തോഷമായിട്ട് ഒരു വിരോധം പോലെയായിരുന്നു കൃഷ്ണൻ ഇതിനെ കൈകാര്യം ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താണ് കാരണം? കൃഷ്ണൻ അറിഞ്ഞുപോയി ഇതെല്ലാം ഒരു നാടകമാണ് ഇതിൽ നടക്കുന്നത്. വാസ്തവത്തിൽ ഇത് സത്യമല്ല. പക്ഷെ എങ്കിലും അതിലിങ്ങനെ നോക്കിക്കൊണ്ട് ഇവരറിയുന്നില്ലല്ലോ. ഇതാണ് മഹത്തുക്കൾക്ക് നമ്മളുമായിട്ടുള്ള വ്യത്യാസം. എന്താണ്? സത്യത്തിൽ മൂഢന്മാരിത് അറിയുന്നില്ലല്ലോ. സംഗതി ഇങ്ങനെ ഇരിക്കെ ഇവർ വിപരീതമായി ധരിച്ച് ഇവരെന്തുമാത്രം ദുഃഖിക്കുന്നു, എന്തുമാത്രം വ്യവഹരിക്കുന്നു.
വല്ല കാര്യമുണ്ടോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു തരും. അവർ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂ? ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? വലിയ പാടാണ് ചേച്ചി. കാരണം ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചെവി കൊടുക്കുമോ? എന്തോ നമുക്കെന്തോ ബന്ധുക്കളുടെ ആ ഒരു കാരുണ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം പോലും ഏർപ്പെട്ടത്. അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. സപ്താഹത്തിന് എല്ലായിടങ്ങളിലും നടക്കും. സപ്താഹത്തിൽ ആളുകൾ കൂടുന്ന സമയം എപ്പോഴാണ്? എല്ലാവരും പറയും, വീട്ടിൽ ഇരുന്ന് പറയും, ഇന്ന് സപ്താഹം അവിടെ കിടക്കുകയാണ്, ഇപ്പോൾ പോകണം, ഉടനെ പോകണം, ഉടനെ വിടാം. സമയം 12:30 ആയുള്ളൂ. കറക്റ്റ് ഉണ്ണുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ അവിടെ വരുള്ളൂ. വന്നു ഉണ്ട് കഴിഞ്ഞാലുള്ള സ്ഥിതിയോ അപ്പോഴത്തന്നെ സ്ഥലം വിട്ടുകളയും. പക്ഷേ പറയും, ഞാൻ സപ്താഹത്തിന് പോയിരുന്നു. ഇതുപോലെയാണ് കാര്യം. അത്രയ്ക്കും ഇതിനൊന്നും അവർക്ക് വിരസമാണെല്ലാം. ഈശ്വര കാര്യത്തിൽ വിരസതയാണ്, എന്നാൽ ലൗകിക കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഒരു പാപശക്തിയുടെ ഫലമാണ്. ഒരു പറഞ്ഞ് ഇതിനെ തിരിക്കണം. ഈശ്വര കാര്യത്തിൽ ഇതുപോലെ ഇഷ്ടവും മറ്റതിൽ വിരസതയും ഉണ്ടാക്കണം. ഇങ്ങനെ നുണ പറഞ്ഞ കേൾക്കണതാണ് രസം ചിലർക്ക്. അതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് എപ്പോഴും ആ ഈശ്വര ഭജനത്തിൽ മനസ്സിനെ കൊണ്ട് ഉറപ്പിക്കണം. ഇങ്ങനെ ഉറപ്പിച്ചൊക്കെ പതുക്കെ വരുന്നവർക്കാണ് പതുക്കെ ഒറ്റയടിക്ക് ആർക്കും ഫലമൊന്നുമില്ല. ഇത് പതുക്കെ ഇത് ആ ഗുരു ഇതിനെ തെളിച്ചു തരും. അത് നമ്മൾ പറയുന്നില്ലേ, ഊണിലോ ഉറക്കത്തിലോ എവിടെ എപ്പോഴെന്നില്ല, ആ ഗുരു ഇതിനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുമേൽ സ്വാമി പറയും, ഒരു സൂചി കയറ്റാൻ ഇട കൊടുത്താൽ അദ്ദേഹം ഒരു തൂമ്പ കയറ്റും. എന്ന് വെച്ചാൽ അർത്ഥം അത്രയ്ക്കും ഇതിനെ ആ വിജ്ഞാനം ഇതിലേക്ക് ഇൻജക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഗുരുക്കന്മാർ നിൽക്കണം, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സ്വാമി ശിഷ്യൻ പറയണം, അല്ലയോ സ്വാമി, ശ്രുതിയാൽ അഖണ്ഡാർത്ഥം നിശ്ചയിക്കപ്പെട്ടത് കൃപയാലും യുക്തിയാൽ അഖണ്ഡാർത്ഥത്തെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. സ്വാമിയുടെ പിന്നെയും പറയണം, അല്ലയോ സ്വാമി, ശ്രുതിയാൽ അഖണ്ഡാർത്ഥം നിശ്ചയിക്കപ്പെട്ടത് കൃപയാൽ യുക്തിയാലും അഖണ്ഡാർത്ഥത്തെ സ്ഥാപിക്കണം. അപ്പൊ ഗുരു പറയണം, സത്ത് താനാകവെ വിളങ്ങുന്നുവോ അല്ല മറ്റൊന്നിനാൽ വിളങ്ങുന്നുവോ എന്നാൽ ആദ്യ പക്ഷത്തിൽ സത്തേ ചിത്താകും. പറയണം, സത്ത് താനാകവെ വിളങ്ങുന്നുവോ അല്ല മറ്റൊന്നിനാൽ വിളങ്ങുന്നുവോ എന്നാൽ ആദ്യ പക്ഷത്തിൽ സത്തേ ചിത്താകും. താനാകവേ വിളങ്ങുന്നു, വേറൊന്നിനാൽ പ്രകാശിക്കുന്നു എന്നാണെങ്കിൽ അങ്ങനെ പ്രകാശിക്കുന്ന വസ്തു സത്തല്ലാതെ വേറെ വല്ലതുമാണോ? അല്ലെങ്കിൽ വേറൊരു സത്താണോ? സത്തല്ലാതെ അന്യമായതാൽ മുയൽക്കൊമ്പ് മുതലായവയെ പോലെ അസത്തായിരിക്കണം. സത്തിനെ പ്രകാശിക്കുന്നതിനുള്ള യോഗ്യതയുള്ള വേറൊരു സത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് മുയൽക്കൊമ്പ് പോലെ അസത്തായിരിക്കണം. സത്തിനെ പ്രകാശിപ്പിക്കുന്ന യോഗ്യതയുള്ള വേറൊരു സത്തിനെ അംഗീകരിച്ചാൽ അനവസ്ഥ ദോഷം വരും. സന്ദേഹത്തിൽ ആദ്യപക്ഷത്തിൽ താനാകവെ പ്രകാശിക്കുന്നു എന്നാണെങ്കിൽ അത് ചിത്തുമാകും. അന്യത്തിനാൽ പ്രകാശിക്കപ്പെടുന്നു എന്നാൽ പിന്നെയും വികല്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ വികല്പം ചെയ്തുകൊണ്ടേ പോയാൽ ആത്മാശ്രയ ദോഷം, അന്യാന്യാശ്രയ ദോഷം, ചക്രാപത്തി ദോഷം, അനവസ്ഥാ ദോഷം എന്ന് പറയുന്ന ദോഷങ്ങൾ സംഭവിക്കും. അതിനാൽ സത്ത് താനാകവേ പ്രകാശിക്കുന്നു. ഏത് സ്വയമേ പ്രകാശിക്കുന്നുവോ അത് സത്ത് എന്നത് സിദ്ധം. ആ സത്തേ ചിത്തേ സത്ത്, രണ്ടും ഒന്ന് തന്നെ. ഇനി വേറൊരു രൂപത്തിലും സത്തിന് വേറൊരു സത്തിരിക്കുന്നുവെന്ന് വേദങ്ങളിൽ ഒരിടത്തും കാണുന്നില്ല. അതിനാൽ സത്ത് താനാകവേ വിളങ്ങുന്നു എന്നത് നിശ്ചയം. പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുപാട് പറഞ്ഞെങ്കിലും ഇപ്പൊ താൻ വിളങ്ങുന്നത് ഈ ലോകവസ്തുക്കൾ ഉള്ളതുകൊണ്ടാണോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഈ ലോകവസ്തുക്കളാണോ തൻ്റെ വിളക്കത്തിന് കാരണമായിരിക്കുന്നതെന്നാണ് ചോദ്യം. ആണോ? പറഞ്ഞില്ലേ ചേച്ചി? ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു, താനെന്തെഴുന്ന പിന്നെല്ലാം എഴും. യഥാർത്ഥം താനാണ് വിളങ്ങുന്നത്.
അതില്ലാതെ ഒന്നും വിളങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് അധിഷ്ഠാനമെന്നാണ് പറയുന്നത്. അധിഷ്ഠാനമായിട്ട് താൻ ഇരിക്കുന്നു. ആ പ്രകാശം തന്നെയാണ് സർവത്ര എല്ലാമായിട്ടിരിക്കുന്നതും. ഇതിൽ ഒരു വ്യത്യാസവുമില്ല. വേദത്തിൻ്റെ അസന്നിഗ്ധമായ അഭിപ്രായങ്ങളാണ്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അതെങ്ങനെയാണെന്നുള്ള യുക്തിയാണ് അദ്ദേഹം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോകവസ്തുക്കളാണ് തന്നെ വിളക്കിയിരിക്കുന്നതെന്നുള്ളതാണല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഇരിപ്പ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാധനം ഉണരേണ്ടത് ഈ ലോകവസ്തുക്കളെ പറ്റി ചിന്തിച്ചോ കണ്ടോ ആണല്ലേ എന്നൊക്കെയല്ലേ നമ്മൾ കരുതിയിരിക്കുന്നത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ താൻ ഉറങ്ങുന്നില്ല, ഉണരുന്നുമില്ല. താൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ മുമ്പിൽ ഈ ജീവൻ അതിൻ്റെ വാസനാഗതമായ ഒരു സംസ്കാരത്തെ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അതിന് ഈ പറയുന്ന ജാഗ്രം, സ്വപ്നം, സുഷുപ്തി, ഇത് മൂന്നും ജീവൻ്റെതാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പ്രതിബിംബിച്ച ചൈതന്യമാണ്. ഏതിൽ പ്രതിബിംബിച്ച? ഈ അന്ധഃകരണത്തിൽ പ്രതിബിംബിച്ച ചൈതന്യമാണ് ജീവനായിട്ടിരിക്കുന്നത്. ആ ജീവന് വാസ്തവത്തിൽ താൻ ആത്മാവാണ്. കാരണം ആ ബിംബത്തിൻ്റെ ആണല്ലോ പ്രതിബിംബം, അല്ലേ? പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. കാരണം പ്രതിബിംബിച്ച അന്ധഃകരണത്തിൻ്റെ അയോഗ്യതകളൊക്കെ അതിൽ ചേരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കമ്പൈൻഡ് സ്റ്റേറ്റാണ് ജീവനായിട്ട് നിൽക്കുന്നത്. അവർ പറയുന്നു, ഇതിനെ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ഈ ആത്മാവിനെ നിർണയം ചെയ്യണം. വാസ്തവത്തിൽ ഈ ആത്മാവ് ഒന്നുമായിട്ട് ചേർന്നിട്ടില്ല. ഇത് എല്ലാത്തിനും എങ്ങനെ ഇരിക്കുന്നു? സാക്ഷിഭൂതമായിട്ടിരിക്കുന്നു. ഇത് ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നിനെയും കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കുന്നുമില്ല. ഞങ്ങളുടെ ക്ലാസ് അതായിരുന്നു അവിടെ. മഹാകർത്തൻ, മഹാഭോഗി, മഹാത്യാഗി എന്നുള്ള 3 തരം ജീവൻ മുക്ത പുരുഷന്മാർ ഇതിലുണ്ടാവും. നിങ്ങൾ പറയുന്ന രൂപത്തിൽ 3 തരം ജ്ഞാനികളാണ് ഇതിലുണ്ടാവുന്നത്. പ്രകൃതം കൊണ്ട് 3 രൂപമാണ്. പക്ഷെ എങ്കിലും അവരാണ് യഥാർത്ഥത്തിൽ ഇതിനെ അറിഞ്ഞ് മുക്തന്മാരായിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിലിവിടെ പറയുന്നത് ഇതാണ്. ഇത് സത്ത് താനാകവേ വിളങ്ങുന്നുവോ അന്യങ്ങളാൽ വിളക്കപ്പെടുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സത്ത് അന്യങ്ങളാൽ വിളക്കില്ല, സത്ത് താനാകവേ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനെന്ന് തോന്നിയതിന് ശേഷമേ അന്യങ്ങൾ തോന്നുന്നു. ഞാനെന്ന് ഉദിക്കാതെ അന്യങ്ങളില്ല. യഥാർത്ഥത്തിൽ താൻ തന്നെയാണ് ആദ്യമായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതല്ലേ എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഈ സത്ത് തന്നെയാണ് ചിത്ത്. ചിത്തം എന്ന് വെച്ചാൽ വിളക്കം, സത്തെന്ന് വെച്ചാൽ ഉണ്മ, ആ എക്സിസ്റ്റൻസ് എന്ന് പറയും. ഇംഗ്ലീഷിലാവുമ്പോൾ അതിൻ്റെ ആ സ്ഥിതി, എക്സിസ്റ്റൻസ് അല്ലേ? എക്സിസ്റ്റ് ചെയ്യുന്ന ഇത് ഏതാണ്? ഉണ്മ ഏതാണ്? ഈ സത്ത് തന്നെയാണ്. അത് താൻ തന്നെയാണ്. തൻ്റെ സത്ത് ചിത്താനന്ദം തൻ്റെ ആത്മാവിൻ്റെ സ്വരൂപം. അതിൽ സത്താണ് ഉണ്ടെന്ന് ഇരിക്കുന്നത്. അതിൽ പ്രകാശം എന്നാണത് ചിത്ത്. അത് താൻ തന്നെയാണ്. ആനന്ദം എന്ന് പറയുന്നത് ആ ദുഃഖം രഹിതമായിരിക്കുന്ന ഒരു സ്വഭാവം, അതും താൻ തന്നെയാണ്. ഇങ്ങനെ 3 രൂപത്തിലും ഈ ആത്മ തന്നെയാണ് സർവത്ര പരിപൂർണമായി നിറഞ്ഞിരിക്കുന്നതെന്നാണ് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. സർവത്ര പരിപൂർണമായി ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആ ആത്മാവിൻ്റെ പ്രകൃതി എന്താണ്? ഈ 3 വിധ ഭേദങ്ങളില്ല. ആ 3 വിധ ഭേദങ്ങളാണ് സ്വഗത, സജാതീയ, വിജാതീയ ഭേദങ്ങൾ. 3മില്ല. അതുപോലെ ദേശകാല പരിച്ഛേദം ആകാത്ത ഒരു പൊരുളാണ്. കാലം കൊണ്ടോ ദേശം കൊണ്ടോ അവസ്ഥ കൊണ്ടോ മാറിപ്പോകാത്ത ഒരു പൊരുളായിട്ടാണ് ആത്മാവ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളെ നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, അതാണ് നീ. അങ്ങനെ ഇരിക്കുന്ന ആൾ വേറെ ഒരിടത്തുമല്ല ഇരിക്കുന്നത്. നീയായിട്ട് അന്തര്യാമിയായിട്ട് ഇരിക്കുന്നത് ഇതിനെയാണ് പറഞ്ഞത്. ഇതിനെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് അതിലോട്ടൊരു നോട്ടം ഉണ്ടാക്കി കൊടുക്കട്ടെ. അത് ഈ സാധകന് അതിലേക്കൊരു നോട്ടം. ആ നോട്ടമാണ് സത്യത്തിൽ ധ്യാനമെന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വിചാരജന്യമായിട്ടുള്ള ഒരു നോട്ടമാണത്. വിചാരം ഏതാണ്? ഈ ശ്രുതി സമ്മതമായ ഒരു വിചാരം ഇതിൽ ഉത്ഭവിക്കും. അപ്പോൾ ശ്രുതികളെല്ലാം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞില്ലേ? ഇതിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ലക്ഷ്യാർത്ഥം നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത് വാച്യാർത്ഥം എന്ന് പറയുന്നത് 2ആണ്.
നമ്മളിപ്പോൾ ഈ വാച്യാർത്ഥത്തെ നോക്കിക്കൊണ്ടാണ് ഭ്രമിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്നത് ഈ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെയാണ് അല്പത്തിൽ പൂർണ്ണത്വമില്ല. അതിനാൽ പൂർണ്ണത്വം അദ്വൈതത്തിനല്ലാതെ ദ്വൈതത്തിനില്ല. സത്യം എങ്ങനെ അദ്വൈതം എന്നാൽ, ഓ പുത്ര, സത്തിന് ഒന്നിനോട് കൂടി ഇരിക്കുന്ന സ്ഥിതി വേറൊരു സത്തിനാലോ സത്ത് വിലക്ഷണമാകുന്നതിനാലോ എന്നാണെങ്കിൽ വേറൊരു സത്തിനാലല്ല. ഇത് പറഞ്ഞില്ലേ, ഇതിലെ ആ ഖണ്ഡനമണ്ഡലങ്ങളാണ് പറയണം. ആദ്യം പറഞ്ഞു സത്ത് താനാകവേ വിളങ്ങുന്നു എന്നത് നിശ്ചയം. കാരണം സത്തിന് അന്യപ്രകാശങ്ങൾ കൊണ്ടല്ല സത്ത് വിളങ്ങുന്നത്. നമുക്കറിയാം സൂര്യന്, ഈ ലോകം വിളങ്ങുന്നത് സൂര്യൻ അന്യപ്രകാശമായിരിക്കുന്ന സൂര്യനെ കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ ഇതിനെ വിളക്കമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ സൂര്യനെ കൂടെ വിളക്കിക്കൊണ്ട് ഈ സത്തിരിക്കുന്നു അല്ലേ? കാരണം സൂര്യൻ താൻ പറയുന്നില്ല ഞാൻ സൂര്യനാണ്, ഞാനാണ് ഈ ലോകത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. സൂര്യൻ പറയുന്നില്ല. അതിനെ കൂടെ പ്രകാശിപ്പിച്ച ആത്മാവ് വിളക്കിയിരിക്കുന്നു. ആ വിളക്ക് ഈ സൂര്യൻ്റെ പ്രകാശം പോലത്തെ ഒരു പ്രകാശമല്ല, അത് അറിവാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് സ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു, അതിനാൽ സത്തേ ചിത്താകുമെന്നത് സിദ്ധം. ഇത് ഉയർന്ന ക്ലാസ്സാണ് ചേച്ചി, ചെറുതല്ലേ ഇത്. പറഞ്ഞില്ലേ, ഈ ലെസൻ്റെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇരിക്കും? അതിൻ്റെതായ തീവ്രത ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സത്ത് ചിത്താവുന്നത്. അപ്പോൾ നമുക്കിങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതായത് ഇപ്പോൾ സത്തും ചിത്തും ആനന്ദം എന്ന് പറഞ്ഞത് മൂന്നാണോ എന്നൊക്കെയുള്ള സംശയം നമുക്കുണ്ടായോ? പക്ഷേ ഇത് ഒന്നാണെന്ന് സ്ഥാപിക്കാനുള്ള അഖണ്ഡാർത്ഥ രഹസ്യത്തെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ഈ ശാസ്ത്രം പൊയ്ക്കൊണ്ടിരിക്കുക. അല്പത്തിൽ പൂർണ്ണത്വമില്ല. അതിനാൽ പൂർണ്ണത്വം അദ്വൈതത്തിനല്ലാതെ ദ്വൈതത്തിനില്ല. അദ്വൈതം എന്ന് വെച്ചാൽ ഒന്ന് സ്വഗത സജാതീയ വിജാതീയ ഭേദരഹിതത്തിനെയാണ് നമ്മൾ പറയുന്നത് ഒന്ന്. ഏകം ഏവം അദ്വിതീയം ബ്രഹ്മ. അവരുടെ ശ്രുതി അത് ഒന്നാണ്, ഏകം ഏവം, വീണ്ടും ഒന്നാണെന്നത് വീണ്ടും പറഞ്ഞു ഒന്നാണ്. എന്നാണ് ഏകം, ഇരണ്ടെന്നാതെ ചുമ്മാതിരി എന്നൊക്കെ തമിഴ് ശാസ്ത്രങ്ങൾ പറയുന്നു. വല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, ഓർമ്മിച്ചോണം. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സ്വാമി ശ്രമിക്കുകയാണ്. നമുക്ക് ഇത്രയും മനസ്സിലായി എന്നുള്ള ധാരണയിലാണ് പിന്നെ പറയണത്, കേട്ടാ. എല്ലാം നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ധാരണയിലാണ് സ്വാമി ഇപ്പോഴും സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ല എപ്പോഴും. അതുകൊണ്ട് വീണ്ടും ഇത് തിരിഞ്ഞ് ഇതിനെ ചിന്തിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ സജാതീയ വിജാതീയ സ്വഗതഭേദങ്ങൾ ഇല്ലാത്തതിനാൽ ആത്മാ പരിപൂർണൻ എന്നുള്ളത് സിദ്ധം. ഇതിനാൽ അഖണ്ഡൈക രസത്വം സിദ്ധം. അല്ലയോ പുത്ര, ഇങ്ങനെയുള്ള പരിപൂർണ ആനന്ദാത്മാവിന് ദുഃഖം ആഗന്തുകം. ആ ദുഃഖം ശരീരത്തിനാലും, ശരീരം കർമ്മത്തിനാലും, കർമ്മം രാഗദ്വേഷം മുതലായവകളാലും, രാഗദ്വേഷം ആദികൾ അഭിമാനത്തിനാലും, അഭിമാനം അവിവേകത്തിനാലും, അവിവേകം അജ്ഞാനത്തിനാലും വന്നതെന്നറിഞ്ഞ് ആ അജ്ഞാനവും ജ്ഞാനത്താൽ നിവർത്തിക്കത്തക്കതെന്നും ജ്ഞാനം വിചാരത്തിനാൽ ഉണ്ടാകുന്നതെന്നും ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപനെന്നും ദേഹാദി പ്രപഞ്ചമായത് അനന്ത ജഡ ദുഃഖരൂപം ആയതെന്നും ആ പ്രപഞ്ചം അധ്യാരോപമെന്നും വിചാരിച്ച് തത്വംപദ വാക്യാർത്ഥത്തിനാൽ ഉണ്ടാകുന്ന ജ്ഞാനത്തിനാൽ ഉണ്ടാകുന്ന ജ്ഞാനേ ബ്രഹ്മമെന്നുള്ള തന്നെ അപരോക്ഷ ജ്ഞാനാനുഭവത്തിനാൽ സാക്ഷാത്കാരമായ അപരോക്ഷജ്ഞാനം ഏതോ അതിനെ അടയുന്നവൻ ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും ഗുരുവെന്നത് എന്നുടെ അഭിപ്രായമെന്ന് ഭഗവത് പാദാചാര്യ ശ്രീമദ് ശങ്കരാചാര്യർ അവരുടെ വചനപ്രകരണത്തിൽ കുടീചിക ബഹൂതക ഹംസ സന്യാസികൾ അധികമായി പൂജിക്കപ്പെടത്തക്കവൻ അവനാണ് പരമഹംസനെന്ന് നിശ്ചയിച്ച് നീയും എന്നോട് ഉപദേശപ്രകാരം ആത്മാവിനെക്കുറിച്ച് നന്നായി കേട്ട് മനനം ചെയ്ത് ധ്യാനിച്ച് സാക്ഷാത്കാരം ചെയ്തുകൊണ്ട് നിത്യശുദ്ധബുദ്ധമുക്ത സത്യപരമാനന്ദ അദ്വൈത ആത്മസ്വരൂപ ബ്രഹ്മസ്വരൂപമായിരിക്കുക
ഇത്ര മാത്രമേ ആചാര്യനാൽ ചൊല്ലത്തക്കതും ശിഷ്യനാൽ കേൾക്കത്തക്കതും എന്ന് അറിഞ്ഞുകൊള്ളുക. ഇതിനപ്പുറം വേറെ ചൊല്ലേണ്ടിയതും കേൾക്കേണ്ടിയതുമായി ഒന്നും തന്നെ ഇല്ല എന്നതും സിദ്ധം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ വാസുദേവ മനനം എന്നുള്ള ഈ പ്രകരണം നമ്മൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു 8 മാസം മുമ്പ്, 10 മാസമായില്ലേ, 10-12 മാസമായെന്ന് തോന്നുന്നു. ഒരു വർഷം വരെ ആവുന്നു. ഇത് എത്ര കേട്ടാലും ഇത് മതിയാവില്ല. ഇത് ഞങ്ങൾക്ക് 2 പ്രാവശ്യമെങ്കിലും സ്വാമി വായിച്ച് കേൾപ്പിക്കുകയും അർത്ഥം പറയുകയും ചെയ്തു. സ്വാമി തന്നെ എഴുതിയതാണിത്, ഏത് കൈപ്പട. പക്ഷേ വാസുദേവ മനനം എന്നുള്ള ഒരു തമിഴ് ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയും അദ്ദേഹത്തിൻ്റെ ജ്ഞാനാർത്ഥമാണ്. കാരണം ജ്ഞാനികൾക്ക് അത് എങ്ങനെയാണ് ഒരു ശിഷ്യന് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് അറിയാം. അതുകൊണ്ട് അതുപോലെ എഴുതും. ശരി, ഒരുപാട് പടർത്തിയായിട്ട് പോവാതെയും. എഴുതാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അതൊക്കെ കാടായിട്ട് പോകും ചിലതൊക്കെ. അതിനെ ഒതുക്കി അതിന് ആവശ്യമുള്ളത് മാത്രം അല്ലേ തിരഞ്ഞെടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കും. അതാണ് മഹത്തുക്കൾ ചെയ്യുന്നത്. മഹത്തുക്കൾക്കുള്ള പ്രത്യേകത അത് തന്നെയാണ്. എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷേ അവർ പറഞ്ഞു വരുമ്പോൾ ആന എലിയാവും. പറഞ്ഞ് അവസാനിക്കുമ്പോൾ വെറുതെ പറ്റി പറഞ്ഞ് വേറെന്തിൽ പോയി അവസാനിക്കും. അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് പറഞ്ഞു തന്ന് ഇരിക്കുകയാണ്. ഇത് അവസാനം എഴുതിയിരിക്കുന്ന ഓം തത്സത്, മലയാള പരിവർത്തനം ചിന്മയാനന്ദൻ എന്നെഴുതി ഇത് അവസാനിപ്പിച്ചു സ്വാമി. വിചാര പദ്ധതിയൊക്കെ പറയണമെന്നുണ്ട് ഇത്, പക്ഷേ ആരും റെഗുലർ അല്ല. ഇതിനൊക്കെ ഒരു കുഴപ്പമുണ്ട്, അറിയാം. എനിക്ക് കുഴപ്പം വരില്ല. കാരണം എന്ന് വെച്ചാൽ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞു വിടറാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. ഇതിന് നിഷ്ഠയുണ്ട്. ഇത് ഈശ്വര കാര്യത്തിനൊക്കെ നമ്മൾ സാധാരണ പോലെ അല്ല. ഇതിനൊക്കെ ഒരു ചില കാര്യങ്ങളുണ്ട്. അതെല്ലാവരെയും അഫക്റ്റ് ചെയ്യും. അത് ശ്രദ്ധഭക്തിയോടുകൂടി തന്നെ ഇത് പോകണം. പ്രത്യേകിച്ച് ജ്ഞാനശാസ്ത്രങ്ങളെല്ലാം അങ്ങനെയാണ് കരുതപ്പെടുന്നതും പറയപ്പെടുന്നു. റെഗുലറായിരിക്കും കേൾക്കണമെന്നുള്ള താല്പര്യം വേണം. എന്തിനും വേണ്ടി കേൾക്കുന്നതാവരുത്. കാരണം ഇത് ഒരല്പസമയം നമ്മൾ ഈ ശ്രദ്ധ വെച്ചാൽ, ഈ പറയുന്നു ജീവിതത്തിലുടനീളം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് പ്രവർത്തിച്ച് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം ഇതിന് കൊടുക്കൂ. ആ സമയം നിങ്ങളെല്ലാം ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ശ്രീനാഥസ്വാമി ഞങ്ങളോട് പറഞ്ഞു, അയ്യോ അച്ഛൻ കല്യാണമുണ്ട് അപ്പുറത്ത്, അവിടെ കല്യാണമൊക്കെ പിന്നെ നീ തലേ ദിവസം പോ, അല്ലെ അടുത്ത ദിവസം പോ, നീ പോരെ. എന്തെല്ലാം കാര്യങ്ങളിലാണ് ഞങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? അത് നിങ്ങളാരെങ്കിലും കേട്ടോ? ഒന്നിനും സ്വാമി സമ്മതിച്ചു തരില്ല. പലപ്പോഴും വരുമ്പോൾ താമസിച്ചു പോകും. ഒരല്പം താമസിക്കുന്നത് വാസ്തവത്തിൽ ബസ് കിട്ടാനൊക്കെ താമസിക്കുന്നതാണ്. പക്ഷേ സ്വാമി ഒരിക്കലും സമ്മതിച്ചു തരില്ല. നിനക്കതിന് താല്പര്യമില്ലടാ എന്ന് തന്നെ പറയും. നിനക്കതിന് താല്പര്യമില്ല. സ്വാമി ഒരു കഥയും പറയും. ഒരു 12 മണിക്കകത്ത് വന്ന് ചേരുന്നവർക്ക് 1,00,000 രൂപ വെച്ച് ഇവിടെ സപ്ലൈ ചെയ്യേണ്ട ആശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ നീ വരായിരിക്കും. നീ തലേ ദിവസമേ നടന്നാണെങ്കിൽ ഇവിടെ വരും. അതുകൊണ്ട് നീ നിനക്ക് ഇങ്ങനെ ഒന്നും പറയരുത്. നിനക്ക് താല്പര്യമില്ലടാ എന്ന് തന്നെ പറയും. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോൾ മൈക്ക് സെറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരും അവിടെ കൊല്ലത്തുനിന്ന്. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ താമസിക്കുന്നതിന് ഇനി കേൾക്കാനൊന്നും കാണില്ല. ബാക്കി എന്ത് ചെയ്യാം? എന്തെന്നറിയാം ചേച്ചി, കാരുണ്യമായിട്ട് ചെയ്യണതല്ലേ ചേച്ചി. നമുക്കത് ദോഷം പോലെ തോന്നിയാലും സത്യത്തെ അവർ നമ്മൾ അനുഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ വേണം. ഇതിൽ അത്ര സിൻസിയറായിരിക്കണം ഇതിലെന്ന് പറയാം. ഉദാസീനതയെന്ന് പറയണത് ഇതിൽ പാടില്ല. സാധിക്കുമെങ്കിൽ മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് പങ്കുകൊള്ളണമെന്നാണ് സ്വാമിയുടെ കൽപ്പന ഞങ്ങളോടുള്ള. കുറച്ച് ആൾക്കാരുണ്ട്, ഇവർക്ക് അറിയാതെ. ചേച്ചി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിനെ ഒരു സംഗ്രഹമായിട്ട് ചേച്ചി മറന്നുപോയെന്ന് തോന്നുന്നു, ഇല്ലേ? ഒരു സംഗ്രഹമായിട്ടൊരു 2-3 ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം. ഇതിൽ റെലവൻറ്റ് പോയിൻറ്റ്സ് നമുക്കെടുത്തിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. എല്ലാവരും ഉണ്ടാവണം കേട്ടല്ലോ. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണ ഭൂതേശ പ്രസീത കരുണാനിധേ ദീർഘദണ്ഡ നമസ്കാരം എന്നുള്ള ഗുരു സന്നിധോ ശരീരമർത്ഥം പ്രാണിച്ച